മഹാബലിയെ പറ്റി ധാരാളം പറഞ്ഞു. പക്ഷെ ഞാൻ പറയേണ്ട കാര്യം പറഞ്ഞില്ല. ആ ഒരു വിഷമത്തിൽ നിന്നാണ് പറയുന്നത്. പറയേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഇത്ര ലഘുവാണ് ആ കാര്യം. പക്ഷെ അത് ആർക്കും മനസ്സിലായിട്ടില്ല. പൊതുവിൽ ആർക്കും മനസ്സിലായിട്ടില്ല. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അത് പറയുമ്പോൾ അത് പറയട്ടെ എന്ന് ഞാൻ ആരെങ്കിലും പറഞ്ഞു കേൾക്കട്ടെ നമ്മൾ ആരും പറയില്ല. വലി വലി ഭാരതത്തിന്റെ പ്രാക്ചരിത്രത്തില് 8000, 10,000, 12,000 വർഷത്തിന്റെ പഴക്കമുള്ള ഏതെങ്കിലും ഒരു പ്രാക്ചരിത്ര കാലത്ത് ഭാരതത്തെ ഭരിച്ചിരുന്ന ഒരു മഹാനായ ചക്രവർത്തി, അല്ലാതെ നാട്ടുകാരെ മാത്രം ഭരിച്ച ആളല്ല. അദ്ദേഹം ഭാരതത്തെ ഭരിച്ചത് മഹാനായ ചക്രവർത്തിയാണ്. സൂര്യവംശ രാജാക്കന്മാരെ പോലെ, ചന്ദ്രവംശ രാജാക്കന്മാരെ പോലെ വലിയ അസുര രാജവംശങ്ങളുടെ ഇവിടെ പറയുമ്പോൾ വിദ്യാധര രാജവംശങ്ങളെ നമുക്ക് കൂടെ കാണാൻ, രാക്ഷസ രാജവംശങ്ങളെ കാണാൻ. ഒരു 2 രാജവംശങ്ങൾ മാത്രമാണ് കരുതുകയെ പാടില്ല. ദയവ് അങ്ങനെ കരുതാൻ പാടില്ല. നമ്മുടെ പ്രാചീന ഗ്രന്ഥാവലികൾ കടന്നു ചെല്ലുമ്പോൾ മാത്രം അതറിയും. പിന്നെയും ഉണ്ടാവും ധാരാളം വംശങ്ങൾ. നമ്മൾ പറയുമ്പോൾ സിദ്ധന്മാരെയും ചാരണന്മാരെയും വിദ്യാധരന്മാരെയും ഈ പറഞ്ഞ പോലെ ഗന്ധർവന്മാരെ ഒക്കെ കാണുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് വംശാവലികൾ അവിടെയും കാണാൻ കഴിയും. ഉറപ്പായിട്ടും വംശാവലി ഇത്ര പല വംശങ്ങൾ. അത് പക്ഷെ കാഴ്ചയിൽ വിഷ്വൽ ഭേദത്തിൽ നിന്ന് മാത്രമാണെന്നും കൂടെ കരുതരുത്. അത് വേറൊരു വിഷയമാണ് അങ്ങോട്ടേക്ക് കിടക്കുന്നത്. പക്ഷെ ബലി മഹാനായ ഭാരത ചക്രവർത്തി ഭഗവാൻ നമ്മളെ ഇക്ഷ്വാകുവിന്റെ കാലത്തോ മാധാതാവിന്റെ കാലത്തോ ആ കാലത്തോളം വഴക്കമുണ്ട് ബലിയുടെ. ഒരുപക്ഷെ അതിനും പറയും. ഇത് വാൽമീകി രാമായണമാണ് ആദ്യം ബലിയുടെ കഥ പറയുന്നത്. വീണ്ടും ഞങ്ങളുടെ വാൽമീകി രാമായണം ബാലകാണ്ഡത്തിലാണ് ബലിയുടെ കഥ ആദ്യം പറയുന്നത്. അതിന്റെ പാഠാന്തരം അല്പം പാഠഭേദം മഹാഭാരത കാലത്തേക്ക് വരും. അതിന് വലിയ പാഠഭേദങ്ങൾ ഈ പറഞ്ഞ ഭാഗവത പുരാണത്തിൽ വരും, ഇനി സ്കന്ദപുരാണം ഒക്കെ വരുമ്പോഴത്തേക്ക് വിവിധങ്ങളായ പാഠഭേദങ്ങൾ വരും. എല്ലാ പുരാണങ്ങളും ആവർത്തിച്ചു. മഹാഭാരതത്തിൽ തന്നെ പല 4-5 പർവ്വങ്ങൾ വ്യത്യസ്തങ്ങളായ ഇവൻ ബലി പ്രഹ്ലാദന്റെ അടുത്തേക്ക് പശ്ചാത്താപത്തിൽ പ്രഹ്ലാദന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. വിശ്വാമിത്രൻ ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണനെയും കൊണ്ട് രാക്ഷസവധത്തിനായി പോകുന്ന ആ ഒരു അവരുടെ നവതാരുണ്യ കാലത്താണ് ഇത് നടക്കുന്നത്. ഒരു ഭംഗിയുള്ള സ്ഥലത്തൂടെ കടന്നു പോകുമ്പോൾ ഇത് എന്താണെന്ന് ചോദിക്കുന്നു. സിദ്ധാശ്രമം വാമനാവതാരം നടന്ന സ്ഥലം, വാമൻ ഇവിടെ ജീവിച്ചു. അപ്പോഴാണ് ഈ പശ്ചാത്തലത്തിൽ ബലിയുടെ കഥ പറയുന്നത്. ബലിയുടെ പാദത്രയത്താൽ അടക്കിയെന്നവർ, പാദത്രയ ആക്രാന്ത. വാമൻ അല്ലാതെ വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും വാൽമീകി രാമായണം പറയുന്നേ ഇല്ല. അതിന്റെ അടുത്ത ഭാഗം വരുന്നത് ഈ പറഞ്ഞ മഹാഭാരതം തുടരുമ്പോൾ നമ്മളെ ഭാഗവതത്തിലേക്ക് വരും, സുതലത്തിലേക്ക് വിടുന്നു. സുതലത്തിൽ കാവൽക്കാരനായിട്ട് വിഷ്ണു നിർത്തുന്ന കഥകൾ ഇവിടെ കിടക്കും. ഇതിനൊക്കെ ഒരു ചരിത്രം ഇതിനൊക്കെ പറഞ്ഞ ചരിത്രത്തിന്റെ വലിയൊരു പാഠം കൂടെ കിടക്കണം. അത് മറ്റൊരു വിഷയം. ഇതിനെ സംബന്ധിച്ച് വലിയൊരു ഭാരത ചക്രവർത്തിയായിരുന്നു നമ്മൾ ഭഗവാൻ ശിവനെ. മഹാനായ ശിവ പെരുമാളെ നമ്മൾ ശിവരാത്രിക്ക് ഓർക്കുന്നത് പോലെ, ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ ജന്മാഷ്ടമിക്ക് ഓർക്കുന്ന പോലെ, വിഷ്ണുവിന് ഏകാദശിക്ക് വിഷ്ണുവിനെ ഓർക്കുന്ന പോലെ, ഹനുമാൻ ജയന്തി ഹനുമാൻ സ്വാമി ഓർക്കുന്ന പോലെ, ഷഷ്ടി ദിവസം സ്കന്ദ ഗുഹനെ ഓർക്കുന്നത് പോലെ, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ദീപാവലിക്കൊക്കെ അമ്മയെ ജഗജ്ജനനിയെ നമ്മള് നവരാത്ര കാലത്ത് ഓർക്കുന്നത് പോലെ, അങ്ങനെ ഇത്ര ഒരു 7-8 പ്രധാനപ്പെട്ട ആൾക്കാർ കഴിഞ്ഞാൽ ശ്രദ്ധയോടെ വെക്കും. ഭാരതം ഒട്ടാകെ ഓർത്തിരുന്ന ഒരു വീരപുരുഷന്റെ പേര് എന്ന് പറഞ്ഞാൽ മഹാബലിയാണ്. 2ാമതൊരാളെ കിട്ടില്ല. അതോട് പറയാം. ഈ വലിയ വംശാവലിലൊക്കെയാണ്, പക്ഷെ 2ാമതൊരാളെ കിട്ടില്ല. ഭാരതം ഒട്ടാകെ ഓർത്തിരുന്ന, ഞാൻ ഭാരതം പറഞ്ഞു ഇന്നത്തെ അഖണ്ഡ ഭാരതം അല്ല, ഇന്നത്തെ സബ് കോണ്ടിനെന്റ് മൊത്തത്തിലോട്ടുള്ളൂ. അതിന് പുറത്തേക്കുണ്ട്. അത് വേറൊരു ഭാഗം വെക്കോട്ടെ. അങ്ങനെ ഓർത്തിരുന്നു. അദ്ദേഹത്തിന്റെ ആഗമനത്തെ വലിയ തരത്തിൽ പ്രതീക്ഷിച്ചു. അദ്ദേഹത്തിന്റെ ആഗമനത്തിന്റെയും പ്രത്യാഗമനത്തിന്റെയും ഒക്കെ കഥയും വരും പിൽക്കാല പുരാണങ്ങൾ. അതൊന്നും വാൽമീകി രാമായണം ഒന്നും പറയുന്നില്ല. അതുപോലെ ഈ വാമനന്റെ നില നിങ്ങൾ കാണാണ് ത്രിവിക്രമൻ. നിങ്ങൾ ആരെങ്കിലും കാണുന്നെങ്കിൽ ഈ ഭഗവാൻ വിഷ്ണുവിന്റെ ത്രിവിക്രമൻ, നമ്മൾ ചിദംബരത്തെ നടരാജൻ നിൽക്കുന്നതിലും അത്ഭുതകരമായ നിലയുമായിട്ട് ത്രിവിക്രമമൂർത്തി നിൽക്കുന്നു. മുകളിലേക്ക് കാല് വെച്ചിട്ട് നിൽക്കുന്ന ഒരു വിഗ്രഹമുണ്ട്. നിങ്ങൾ അത്ഭുതപ്പെടും. അതങ്ങനെ ആ ത്രിവിക്രമ സങ്കല്പം വാൽമീകി രാമായണത്തിൽ തന്നെ നമുക്ക് വായിക്കാൻ കഴിയും. എന്തായാലും ബലി ഭാരത ചക്രവർത്തിയായിരുന്നു. സൂചനകൾ നമ്മളിപ്പോൾ പ്രാദേശികമായി ഇവിടെ ഓണാട്ടുകാരെ ഭരിച്ചിരുന്ന ഒരാളാന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ബ്ലണ്ടറുകൾ നമ്മൾ ഇന്ത്യ മുഴുവൻ, ഞാൻ പിന്നെ ഗംഗാ സമതലം ഞാൻ തൽക്കാലം കട്ട് ചെയ്ത് മാറ്റുന്നതിന് കാരണം ഞാൻ പിന്നീട് പോകും. ഞാൻ പറയാം. അതായത് ഇവിടെ തുടങ്ങിയാൽ നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങും. വലിയ പരിശീലനം എല്ലാവർക്കും അറിയാം. മഹാരാഷ്ട്ര, സൗരാഷ്ട്ര, ഗുജറാത്ത്, ഈ ബറൂച്ച് ആവാം, അല്ലെങ്കിൽ അത് തന്നെ എല്ലാം സൗരാഷ്ട്രയാണ്. ഈ സ്കന്ദപുരാണം പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി കൃത്യമായ സ്ഥലം പറയുന്നുണ്ട്. പഴയ ഭൃഗുക്കച്ചം പറയുന്നുണ്ട്, അത് ബറൂച്ചാണ്. അല്ലെങ്കിൽ ഇതെല്ലാം വ്യത്യസ്തങ്ങളെ ഏകദേശം ഒരു സ്ഥലത്തേ പറയും. ഏകദേശം ഗുജറാത്തിന്റെ അവരുടെ പുതുവർഷം വിക്രമ സംബന്ധത്തിൽ അവർ ആഘോഷിക്കുന്ന പുതുവർഷം പോലും ബലിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് തന്നെ ഞാൻ പറയാൻ വരുന്നത്.
ബലി വരവ്, ബലിയുടെ ഭരണകാലം, ബലിയുടെ മേന്മകൾ, ബലിയുടെ ചരിതങ്ങൾ, ബലിയുടെ പ്രത്യാഗമനത്തെ സംബന്ധിച്ച് ഓർമ്മയില്ലാത്ത സമൂഹങ്ങൾ ഭാരതത്തിൽ കുറവാണ്. അതുപോലെ ഞാൻ പറയുക, ഭാരതത്തിന് പുറത്തും ഞാൻ ഈ കേരളത്തൊട്ട് നേപ്പാൾ വരെ, പക്ഷെ ഈ നമ്മൾ മാത്രമല്ല പുറകോട്ട്, അവിടെ ഈ ദീപാവലിയുടെ അവസാന കാലത്ത് കാർത്തിക മാസത്തിലെ ഈ ശുക്ലപ്രതിപദ അങ്ങനെയുണ്ടാണ് ഇത് നടക്കുന്നത്, ഈ പക്ഷെ അത് ബലിപ്രതിപദ എന്ന് പറയാം. ബലിപ്രതിപദ ഉത്സവമുണ്ട്, അത് ദീപോത്സവമാണ്, അന്നോത്സവമാണ്, വസ്ത്രം, പൂക്കളെല്ലാം. ആ പ്രദേശത്ത് എന്ത് നവപഴക്കങ്ങളുണ്ടോ ഒരു നവീന ഒരു പുനരാഗമനമാണ്, ഒരു പുതുവർഷം കൂടിയാണ് പല സ്ഥലത്തും. എനിക്ക് തോന്നുന്നു രാജസ്ഥാനിലത് പുതുവർഷമാണ്, മാർവാടിയുടെ പുതുവർഷമാണ്, ഗുജറാത്തിലത് അവരുടെ പുതുവർഷമാണ്. ഇവിടെ അങ്ങോട്ട് തന്നെ കർണാടക, തെലുങ്കാന, ആന്ധ്ര മുഴുവൻ അവിടെ ബലി പഡ്യാമി, ബലി അങ്ങനെ പോകും. അങ്ങനെ അങ്ങോട്ട് പോയി നമ്മൾ ഈ പറയുന്ന പോലെ മഹാരാഷ്ട്ര ചെല്ലുമ്പം അവിടെ ഒരു ഈ പറഞ്ഞ പോലെ ബലിപ്രതിപദയുണ്ട്, കൃത്യമായ ബലിപ്രതിപദ ഉത്സവമുണ്ട്. അതിന് മേലോട്ട് ചെല്ലുമ്പോൾ ആ പ്രദേശത്ത് തന്നെ കുമുദോത്സവമായിട്ട് ആഘോഷിക്കപ്പെടുന്നുണ്ട്. കുമുദോത്സവം പ്രാചീനകാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നല്ലോ, കുമുദോത്സവം എന്ന പ്രാചീനകാലത്ത് ഉത്സവമുണ്ട്. അതൊരു പ്രകൃതി ഉത്സവമാണ്. അതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അതങ്ങ് ഞാൻ പറയില്ല, മഹാരാഷ്ട്ര, ഗുജറാത്തായി, രാജസ്ഥാനിലെ മാർവാറികളുടെ കഥയ്ക്കകത്ത് മുഴുവൻ ബലിയാണ്. അവരിതേ കാർത്തിക മാസത്തിൽ ശുക്ലപ്രതിപദയിൽ അവർക്ക് ആഘോഷമുണ്ട്, വലിയ ഇത് തന്നെയാണ്. ചിലർക്ക് രംഗോലിയാവും, ചിലർക്ക് പൂക്കളാവും. എല്ലായിടത്തും ഈ പറഞ്ഞ തൃക്കാക്കരപ്പനെ വെക്കുന്നതിൽ പല സ്ഥലത്തുണ്ട്. ഇവിടെ നമ്മൾ ജമ്മു ചെല്ലുമ്പോൾ, ജമ്മുവില് പറഞ്ഞ പോലെ ഹിമാചൽ പ്രദേശില് ഇവിടെ എല്ലാം ആഘോഷിക്കും. അതിനപ്പുറത്തേക്ക് നേപ്പാളിലെ തിഹാർ എന്ന് പറഞ്ഞ ആഘോഷമാണ്. ഇവിടെ തുളുക്കരുടെ ബലി ലപ്പു, ബലി വരുന്നതുമായിട്ട് ബന്ധപ്പെടും. ഈ കുടുംബികൾ, നമ്മൾ ഇന്ന് ഇവിടെ കാണുന്ന കുടുംബികൾ, ഗോവയിലെ കുംബികൾ, അവരെ ഒരു രാത്രി മുഴുവൻ ബലിയുടെ കഥ പറയും ഈ കാർത്തിക മാസത്തിൽ. അതായത് നമ്മുടെ ദീപാവലിയുടെ അവസാന മാസങ്ങൾ നവംബറിലേക്ക് വരുമ്പോൾ. ഞാൻ പറയും ഇവിടുന്ന് ഇങ്ങനെ അതിൽ ഗംഗാതടത്തിൽ മാത്രം അത് ബലി ഇന്ദ്രനെ തോൽപ്പിച്ച കഥ, വാമനാവതാരം എല്ലായിടത്തും വരുന്നുണ്ട്. എല്ലായിടത്തും വാമന് പ്രാധാന്യമുണ്ട്, ബലിക്കും പ്രാധാന്യം. ബലിക്ക് മാത്രം പ്രാധാന്യമുള്ള പല സ്ഥലങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ബലിരാജ് പോലെ കഥകൾ പറയുന്ന ഹിമാചൽ പ്രദേശ്, ബലീന്ദ്ര പൂജ നടക്കുന്ന സ്ഥലങ്ങൾ, അതെനിക്ക് തോന്നുന്നു ജമ്മു ആണ്. അല്ലെ ബൽരാജ്, അല്ലെ ബർലാജ് എന്നായിരിക്കും അവിടെ പറയും. ആസാമിൽ പോലും ബിഹുക്കളുടെ ഈ ബിഹു ഇതല്ലേ അവരുടെ ഇതിൻ്റെ അകത്തേക്ക് ബലിയുടെ സ്വാധീനം പറയപ്പെടുന്നത്. ബലി ഒരു സർവ്വവ്യാപിയായ ഒരു ചക്രവർത്തിയായിരുന്നു ഭാരതത്തിലെ. നമ്മൾ അത്രമേൽ മഹത്തായി ധരിച്ചിരുന്ന ഒരു വലിയ ചക്രവർത്തി, അത്രമേൽ ഉള്ള ഭരണം നടത്തിയ ഒരു ചക്രവർത്തി. അത് എല്ലാ തലമുറയും ഭാരതത്തിന്റെ സാംസ്കാരിക ഭൂമിക്കകത്ത് കിടന്ന സ്ഥലമായതുകൊണ്ട് അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗം നേപ്പാൾ പറഞ്ഞു. നേപ്പാളില് ആ രാത്രി ഈ കാർത്തിക ശുക്ല ആ രാത്രി മുഴുവൻ തെരുവിൽ ഈ ഗായകര് വീട് അന്നേരം ചെന്നിട്ട് ഇതാ ഞങ്ങൾ ബലിയുടെ ദൂതന്മാരാന്ന് പറഞ്ഞ് ബലി ആൾക്കാരെ വിളിച്ചോണ്ടാ നമ്മൾ ഈ കണി കാണിക്കുന്ന കാര്യം പറഞ്ഞത്. അങ്ങനെ വലിയതാണ്, വലിയ പാട്ടുകൾ. നിങ്ങൾ ഈ പറഞ്ഞ ഈ ഓണപ്പാട്ട്, ഈ പാട്ടുകൾ സർവ്വസ്ഥലത്തുണ്ട്. സർവ്വസ്ഥലത്ത് ഈ മഹാനായ ബലി ചക്രവർത്തിയെ പ്രകീർത്തിക്കുന്നുണ്ട്. എല്ലാ ഒട്ടുമിക്ക സ്ഥലത്ത് ബലിയാണ്. മഹാബലി വളരെ വൈകി വന്നൊരു പ്രയോഗം. സന്തോഷം, നമുക്ക് സന്തോഷമുള്ളൂ. അദ്ദേഹം മഹാനായ ചക്രവർത്തിയാണ്, നമ്മൾ ഇതിനെ ഓർക്കേണ്ട ചക്രവർത്തിയാണ്. ഞാൻ പറഞ്ഞ ഈ ഭാരതം മുഴുവൻ, അതിൽ ഗംഗാ സമതലത്തിൽ ബലി ഇന്ദ്രനെ തോൽപ്പിച്ച ബലിയാണല്ലോ. ഇവിടെ ഗംഗാ സമതലം വരുമ്പോൾ ഇത് ഗോവർദ്ധന പൂജയായിട്ട് ഏതോ കാലത്ത് ഗംഗാ സമതലം പഴയ കാലത്ത് തന്നെയായിരുന്നു. പക്ഷെ ഈ കാലത്ത് ഇത് കൃഷ്ണൻ ഇന്ദ്രനെ തോൽപ്പിച്ച കഥയായിട്ട് അവിടെ മാറിയിട്ട് അതിലൊരു സ്ട്രാറ്റം, ഒരു ലെയർ അവിടെ ഉണ്ടാകുന്നുണ്ട്. അവിടുത്തെ ഇപ്പൊ അത് ഈ ഗോവർദ്ധന പൂജയൊക്കെ അവിടെ നടക്കുന്നത് അങ്ങനെയാണ് നടക്കുക. അതൊരു അനുമാനമാണ്, തിരിച്ചു ആവാം. പൊതുവെ ഈ ഭാരതം മുഴുവൻ കൃഷ്ണ ഇന്ദ്രനെ തോൽപ്പിച്ച ഈ കഥയും ഗോവർദ്ധന പൂജയായിരിക്കും. ഏതൊരു കാലത്ത് ബലിയുടെ വലിയൊരു ഭരണകാലത്തിന് ശേഷം അധ്യാരോപം ഉണ്ടാവാം, തിരിച്ചു ആവാം. എന്തായാലും ബലി അഖണ്ഡ ഭാരതത്തെ ഭരിച്ചത് ചക്രവർത്തിയാണ്. അത് യാതൊരു സംശയം. എന്റെ ആസ്ഥാനം സൗരാഷ്ട്രം ആയിക്കോട്ടെ, ഗുജറാത്തിന്റെ ഏതെങ്കിലും സീമ ആയിക്കോട്ടെ, എന്തായാലും ഗുജറാത്തിൽ തൊട്ട് മഹാരാഷ്ട്രയിൽ തൊട്ട് ഗോവൻസ് തൊട്ട് തെലുങ്കാന തൊട്ട് തമിഴ്നാടിനെ ഇത്ര മാറ്റി നിർത്തുന്നത്, കർണാടക തൊട്ട് നമ്മൾ തൊട്ട് അങ്ങ് രാജസ്ഥാനിലെ മാർവാറി തൊട്ട് ഹിമാചൽ പ്രദേശ് തൊട്ട് ജമ്മു തൊട്ട് നേപ്പാൾ വരെ കിടക്കുന്ന സ്ഥലങ്ങളിൽ 13ഓളം ഭാരതത്തിലെ സംസ്ഥാനങ്ങളും അതിന് പുറത്തേക്ക് നേപ്പാൾ വരെ കിടക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് അങ്ങനെ വലിയ ചക്രവർത്തി ഇപ്പോഴും ഞാൻ ബിഹുക്കളുടെ കാര്യത്തിൽ എനിക്ക് സമ്പൂർണ്ണ സ്ഥിരീകരണം കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു മഹാനായ ചക്രവർത്തിയാണ് നമ്മൾ കേരളത്തിൽ പ്രാദേശിക ഇവിടെ പറയാം. അങ്ങനെയാണ് അദ്ദേഹത്തെ കേരളം മാത്രമല്ല മാറി നിന്നിട്ട് ഒരു 3 മാസം പുറകിലേക്ക് അത് ആരാധിക്കും. അതിന് അതിൻ്റെതായ കാരണങ്ങൾ കാണും. നമ്മുടെ കൊല്ലവർഷ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് പല കാരണങ്ങൾ, അല്ലാതെ
ആരോ ഇന്നലെ പറഞ്ഞ പോലെ അലഹബാദിലെ ഒരു ലിഖിതമുണ്ട്, സമുദ്രഗുപ്തനെ തോൽപ്പിച്ചു. ഒന്നുമല്ല, അവിടെ സമുദ്രഗുപ്തനാണ് മന്ദരാജാവിനെ, കുരാളത്തിലെ മന്ദരാജാവിനെ, ദേവിയുടെ മനുഷ്യൻ പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു, സമുദ്രഗുപ്തൻ മന്ദരാജാവിനെ തോൽപ്പിക്കുന്നുണ്ട്, അല്ലെ സമുദ്രഗുപ്തനാരും ഒരു കുരാള രാജാവിനെ തോൽപ്പിക്കുന്നില്ല. രേഖ എങ്ങനെയാ പറയുന്നത്, ഇവരൊക്കെ ഇവിടുന്ന് കണ്ടെത്തുന്നത് നമുക്കറിയില്ല. എന്തായാലും ബലി ബലിപ്പടിയാമി തൊട്ട് ബലിപ്രതിപദ എന്ന് പറയും. നിങ്ങൾ ബലിപ്രതിപദ ഒറ്റ വാക്ക് ഓർത്താൽ അതിന്റെ ഒരു ചെറിയ വേർഷനാണ് ഓണം, അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ അന്നത്തെ പറയുമ്പോൾ അന്നകൂടം, ഗുജറാത്തിലൊരു അന്നകൂട സങ്കല്പമുണ്ട്, ചപ്പൻ ഭോഗം. നമ്മൾ ചപ്പൻ ഛാത്തി എന്ന് മോദിയെ പറ്റി പറയും. ഈ ചപ്പൻ 56 കൂട്ടം ഭക്ഷണങ്ങൾ, അത് അന്നകൂട ദർശനം തന്നെ ഈ പുതുവർഷത്തിൽ അവർക്ക് അതിന്റെ എല്ലാം മൂലത്തിൽ ബലി സങ്കല്പമാണ്. ബലിയുടെ നല്ല കാലത്തിന്റെ ഓർമ്മ. ഭാരതം അങ്ങനെ ചെയ്ത ദൈവം ചെയ്ത അവർക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ ഇതേ നിങ്ങൾ ഈ പറയുന്ന ഈ അധ്യാരോപിച്ച ജാതി ബ്രാഹ്മണ്യ സാധനത്തിന്റെ അകത്ത് ഇതേ ബ്രാഹ്മണ്യം തന്നെ, ജാതി ബ്രാഹ്മണ്യം തന്നെയാണ് ഇന്ത്യ മുഴുവൻ ആഘോഷം. അതുകൊണ്ട് നിങ്ങൾ അത് ആലോചിച്ചോളൂ. ഞാൻ കുംഭികളെ മാറ്റി നിർത്തിയാൽ, കുടുംബികൾ നമ്മൾ ഇവിടുത്തെ കുടുംബികൾ രാത്രി മുഴുവൻ ബലിചരിതം പാടും, ഒരു രാത്രി മുഴുവൻ. ഗോവൻ കുംഭികളുടെ സാരികൾ നീങ്ങുന്ന പൊടി പിടിക്കും, കുംഭികളുടെ സാരികൾ, സാമാന്യ സാരികൾ. ഞാൻ പറഞ്ഞ അവരാണ് ഇവിടുത്തെ കുടുംബികൾ. അവരുടെ കുടുംബികൾ ഞങ്ങൾ ബലിയുടെ വംശത്തിൽപ്പെട്ടതാണെന്ന് പറയുന്നവരും കൂടി, അതൊരു പാട്. അവർ ബലിയുടെ വംശത്തിലാണെന്ന് പറയുന്നവരാണ് കുംഭികൾ അല്ലെങ്കിൽ കുടുംബികൾ. അടുത്ത കാര്യം, ഇത് ആര് തുടങ്ങി വെച്ചു? ഈ പറഞ്ഞ ആര്യൻ, ദ്രാവിഡൻ, മറ്റേത് മറിച്ചത്, വാമനൻ, തുടങ്ങി വെച്ച ആളുടെ ചരിത്രം പറയുന്നത് പൂർത്തിയാകില്ല. 1876 മാക്സ് മുള്ളറുടെയും കാഡ്വലിന്റെയും സ്കോട്ടിഷ് ധോരന്മാരുടെ ഒക്കെ സ്വാധീനത്താൽ ഇതിനെ ബഹളം വെക്കാൻ ആൾക്കാർ വന്നേക്കാം. ജ്യോതിറാവ് ഭൂലെയുടെ ഗുലാംഗിരി എന്ന് പറഞ്ഞ സ്ലേവറി, ഗുലാംഗിരി എന്ന് പറഞ്ഞാൽ ഗുലാം എന്ന് പറഞ്ഞ അടിമയാണ്, അടിമത്തം. പശ്ചിമലയാളത്തിൽ അടിമത്തം എന്നൊരു ട്രീറ്റേഴ്സ് ഉണ്ട്, ഒരു സംവാദ സ്വഭാവത്തിലുള്ള. അദ്ദേഹവും ജ്യോതിബാബു ഒരു ഠോന്തിബാബു നടത്തുന്ന ചോദ്യോത്തര രൂപത്തിലുള്ള. അതിൻ്റെ അകത്താണ് ഈ സമസ്ത ദശാവതാരങ്ങളെയും ഘട്ടം ഘട്ടമുള്ള ആര്യൻ, അപ്പോഴത്തേക്ക് ആര്യൻ തീർന്ന് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. ആര്യൻ തീരത്തിന്റെ ആര്യൻ ഇൻവേഷനെ ഘട്ടം ഘട്ടമുള്ള പരിണാമമായിട്ട് കാണിച്ചുകൊണ്ട് അവിടേക്കാണ് വാമനാവതാരത്തിൽ മത്സ്യം തൊട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അവർ ജ്യോതിറാവ് ഭൂലെ അത് പറയുന്നുണ്ട്. 1876 അപ്പോഴത്തേക്ക് മുള്ളർ 53-56 പണി ചെയ്തു. കാൾവെലിനെ കമ്പാരിറ്റീവ് ലിംഗ്വിസ്റ്റിക്സിൽ ദ്രാവിഡിയൻ സാധനമായിട്ട് വലിയ പണി കാൾവെൽ നടത്തി കഴിഞ്ഞു. ഈ കാൾവെലിനെ ഗുരുതരമായ സ്വാധീനം. അത് അമേരിക്കൻ ഈ പറഞ്ഞ പോലെ ഈ അടിമത്തത്തിനെതിരുള്ള അമേരിക്കൻ ഇതിനുള്ള സമർപ്പിച്ചുള്ള ഗ്രന്ഥം കൂടിയാണ് ഗുലാംഗിരി. നിങ്ങളൊന്ന് മറന്നുപോലെ ജ്യോതിറാവ് ഭൂലെ 1876 ഇത് വാമനൻ ആര്യനാണ്, ആര്യൻ ദ്രാവിഡനെ ചവിട്ടി താഴ്ചാണ്. അപ്പൊ അതിനെ വലിയ കൊന്നായിട്ട് അദ്ദേഹം പറഞ്ഞു. ബലിബന്ധനത്തിനപ്പുറത്തേക്ക് വലിയ, ഞാനിത് പറയുമ്പോൾ ബലിബന്ധനത്തെ പറ്റി പാണിനിയുടെ അഷ്ടാധ്യായ പതഞ്ജലി വ്യാഖ്യാനിക്കുമ്പോൾ ബലിബന്ധനം എന്നൊരു നാടകത്തെ പറ്റി അതിൻ്റെ പറയുന്നത്. അങ്ങനെ ഏറ്റവും പ്രാചീനമായ പരാമർശം കിട്ടുന്നത് രാമായണം കഴിഞ്ഞാൽ കിട്ടുന്നത് പാണിനിയുടെ ഭാഷ്യത്തിൽ പതഞ്ജലി പറയുന്നത്. ഞാൻ ബലിയെ പറയുക, അത്രമേൽ പ്രസക്തമായിരുന്നു ബലി. ഭാരതത്തിലെ മഹാനായ ഒരു ചക്രവർത്തി. ഞാൻ ഈ മഹാന്മാരെ ദേവതാ സ്വരൂപത്തിലുള്ള എല്ലാവരും നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ പിന്നെ ഭാരതം ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്നത് ബലിപ്രതിപദയാണ്. അത് ദീപോത്സവമാണ്, അന്നോത്സവമാണ്, വസ്ത്രോത്സവമാണ്, നവ കാർഷികോത്സവമാണ്, എല്ലാം ഓരോ സ്ഥലത്ത് ഓരോന്നും വേണമെങ്കിൽ സമഗ്രമാണ്. ചില സ്ഥലത്ത് ചിലതിന് പ്രാധാന്യം ഉണ്ടാവും. ദയവ് ഇത് പറയുമ്പോൾ അങ്ങനെ പറയും, അങ്ങനെ മനസ്സിലാക്കും. വലിയൊരു മഹാനായ ഭാരത ചക്രവർത്തിയായിരുന്നു. ഒറ്റ വാക്യം കഴിഞ്ഞു. ഞാൻ പറയും ഇവിടം തൊട്ട് നേപ്പാളിലെ ആഘോഷത്തിന് തിഹാർ എന്നാണ്. ഓരോ സ്ഥലത്തും നമ്മളീ പൂക്കളും തിരുക്കാക്കാൻ പൂക്കളും തിരുക്കാക്കാൻ വസ്തുവും മണ്ണോ ഇല്ലാത്ത ഒരു പരിപാടിയില്ല. ഈ പറഞ്ഞ പോലെ ഏകാലു എന്നൊരു ഭക്ഷണ സ്വഭാവം അവിടെ പറയും. അവിടെയും നമ്മൾ ഈ തിരുക്കാക്കപ്പിനെ കളിമണ്ണുണ്ട്. അവിടെ മഹാബലി ഉണ്ടാക്കുന്നത് ഗോതമ്പ് കുഴിച്ചിട്ട് എന്നിട്ട് അത് ഈ വിസർജനം ചെയ്യും ജലത്തിൽ കൊണ്ട്. ഞാൻ ജമ്മുവിലെ കാര്യമാണ്, അവിടുത്തെ ബൽരാജ് എന്ന് പറഞ്ഞ ആഘോഷത്തിൽ ബലീന്ദ്ര പൂജ ഇവിടെ വേറൊരു നടക്കും. എനിക്ക് തോന്നുന്നു ആദ്യം താഴേക്ക് ബലീന്ദ്ര പൂജ നടക്കുന്നത്, മാർവാറുകൾക്കിടയ്ക്ക് വേറൊരു പൂജ. ഇതെല്ലാം അദ്ദേഹത്തെ പ്രയോഗിച്ചുള്ള പൂജകളുണ്ട്. വാമന പൂജയും ഉണ്ട് എൻ്റെ അതിൽ. എല്ലായിടത്തും ഒരേപോലെയല്ല, ഞാൻ ഈശ്വൽ ഭേദങ്ങൾ എല്ലായിടത്തും ആകും. ബലി വരാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. ബലിയാഗമനം എല്ലാവരും ആഘോഷത്തോടെ കാണുമ്പോൾ മലയാളിക്ക് മാത്രമായിട്ട് ഒരു കൊമ്പുമില്ല. മലയാളി ചെയ്തൊരു കാര്യം മാത്രമല്ല, മലയാളി ഇത് പുറകോട്ടാക്കി, അത്ര മാത്രമേ ഉള്ളൂ. മലയാളി 3 മാസം പുറകോട്ടാക്കി, അല്ലെങ്കിൽ 2 മാസം പുറകോട്ടാക്കി. നവംബർ നടക്കേണ്ടതാണ്, ബാക്കി എല്ലായിടത്തും നവംബറിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ദീപാവലി കാലം. ദീപാവലിയുടെ അവസാനത്തെ 3 ദിനങ്ങളിലാണ്. അതില് കാർത്തിക മാസത്തിൽ, പ്രത്യേകിച്ച് കാർത്തിക മാസത്തിൽ അങ്ങനെയാണ് ബലി. ബലി ഇങ്ങനെ ചെറുതാക്കരുതേ. ബലി ഇങ്ങനെ കുടവേറിനും കുമ്പയുള്ള ആള്, ഒരു ഓണാട്ടൊരു എവിടെ മാവേലി എന്നൊരു ആൾ ഭരിച്ചിട്ടുണ്ടോ ഇതൊന്നും ഞാൻ പറയുന്നത്. എനിക്കതിനെപ്പറ്റി യാതൊരു ധാരണയില്ല. പക്ഷെ വീണ്ടും പറഞ്ഞു, ഒരു ഇന്ത്യൻ ഗ്രന്ഥപരമ്പരയിൽ മുഴുവനുണ്ട്, ഇന്ത്യക്ക് പുറത്തേക്ക് കിട്ടും. ഈ പേർഷ്യയിലേക്ക് ചെല്ലുന്ന അസുര രാജവംശത്തിനൊക്കെ മുകളിൽ ബലി കിടപ്പുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് വിസ്തൃതങ്ങളായ ബലിയുടെ പരമ്പരകൾ കടന്നു പോയിട്ടുണ്ട്. ഒത്തിരി ജോലി. ഇത് ദീർഘചരിത്രമാണ്, ഞാൻ ചുരുക്കുകയാണ്. ഇതിന് വലുതാണ്, ഇത്ര പേര് കിട്ടും. അപ്പൊ വീണ്ടും ഞാൻ പറഞ്ഞു,
വലിയ മഹാനായ ഒരു ഭാരത ചക്രവർത്തിയാണ്. ഈ ദേവതാ സ്വഭാവത്തിലുള്ള എല്ലാവരെയും ഓർക്കുന്നതിന് തുല്യമായ ഭാരതം ആരെങ്കിലും ഒരു വാളെ ഓർത്തിട്ടുണ്ടെങ്കിൽ ഈ ദൈത്യ രാജവംശത്തിൽ ഉടനെ മഹാനായ ബലിയാണ്. അതിന്റെ ഒരു ചെറിയ പതിപ്പാണ് ഓണം. അതിന്റെ ചെറിയ പതിപ്പാണ്. അതുകൊണ്ട് എല്ലാം ഈ പറയുന്ന മൗലികമായ എല്ലാം നമ്മൾ ഈ കാണിക്കുന്ന ഇവിടുത്തെ എല്ലാത്തിന്റെയും എല്ലായിടത്തും ഒട്ടുമിക്ക സ്ഥലം ഇതിന്റെ ഏതെങ്കിലുമൊക്കെ പതിപ്പുകളുണ്ട്. ഞാൻ പറഞ്ഞത് അപ്പം വലിയ ആരാധനാണ്. എല്ലാവരും എല്ലാ ദിവസവും പറ്റും ബലി ഓർക്കുക. മഹാനായ ഒരു ഭാരത ചക്രവർത്തി ദൈവം ആരാരെയും ചവിട്ടി താഴ്ത്തിട്ടില്ല, ആരെയും കൊണ്ടും പറഞ്ഞു വിട്ടിട്ടില്ല. മറ്റൊരു സ്ഥലത്തേക്ക് പോയി ഇതിന് സ്ഥലം തിരിച്ചു കൊടുത്തു, ഇതൊക്കെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് ഒരു അക്കാലത്ത് ഒരു നീതിന്ന് കൂട്ടിയാൽ മതി. അത് വീണ്ടും ഞാൻ പറഞ്ഞു ജ്യോതിരാവ് ഫുലെയുടെ ഗുലാംഗിരി മറന്നു. അദ്ദേഹമാണ് 1876 കാൾബെലിന്റെ സ്വാധീനത്തിൽ സ്കോട്ടിഷ് സ്വരമാരുടെ മിഷണറിമാരുടെ സ്വാധീനത്തിൽ ഈ പ്രയോഗം ആദ്യം കൊണ്ടിരുന്നത്. വാമനൻ ആര്യരാണ് ബലിയെ പ്രാദേശികനായ ബലിയെ ചവിട്ടിത്താഴ്ത്തുന്ന കഥയാണെന്ന് പറയുന്നത് ജ്യോതിരാവ് ഫുലെയാണ്. എന്നെ കൊല്ലാൻ വന്നിട്ട് കാര്യം ഗുലാംഗിരി എടുത്ത് വായിക്കും. സന്തോഷം.